ഓട്ടുപാറ ജനതയിൽ ഇപ്പോൾ എല്ലാം വിലക്കുറവിൽ. ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ 1499 രൂപയ്ക്ക് മിക്സി, 199 രൂപയ്ക്ക് അപ്പച്ചട്ടി, 1199 രൂപയ്ക്ക് ഇൻഡക്ഷൻ കുക്കർ, 1499 രൂപയ്ക്ക് ഗ്യാസ് സ്റ്റൗ, 899 രൂപയ്ക്ക് ഫാൻ. ഓട്ടുപാറ ജനതയിൽ പഴയ സ്റ്റീൽ, അലുമിനിയം, ഓട്, ചെമ്പ് പാത്രങ്ങൾ എന്നിവ മാറ്റിയെടുക്കാം. ഓട്ടുപാറയിലെ ഏറ്റവും വലിയ പാത്രക്കട ജനത ഓട്ടുപാറ. ഫോൺ 9526267779. LDF MLA-മാർക്ക് കോഴ വാഗ്ദാനം ചെയ്ത സംഭവത്തിൽ NCP നേതാവ് തോമസ് കെ തോമസിന് ക്ലീൻ ചിറ്റ്. NCP നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയ്ക്ക് റിപ്പോർട്ട് കൈമാറി. 4 അംഗ കമ്മീഷനാണ് റിപ്പോർട്ട് നൽകിയത്. തോമസ് കെ തോമസ് കോഴ വാഗ്ദാനം നടത്തിയതിന് തെളിവില്ലെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ കമ്മീഷനെതിരെ AK ശശീന്ദ്രൻ പക്ഷം രംഗത്തെത്തി. 4 അംഗ കമ്മീഷനിൽ 3 പേരും PC ചാക്കോ പക്ഷമെന്നാണ് ആക്ഷേപം. RSP ലെനിനിസ്റ്റ് പാർട്ടി നേതാവ് കോവൂർ കുഞ്ഞുമോൻ MLA, ജനാധിപത്യ കേരള കോൺഗ്രസ് MLA ആന്റണി രാജു എന്നിവർക്ക് തോമസ് കെ തോമസ് 100 കോടി കോഴ വാഗ്ദാനം ചെയ്തുവെന്നായിരുന്നു ആരോപണം. കോഴ വാഗ്ദാനം ചെയ്തെന്ന പരാതി നിലനിൽക്കുന്നതിനാലാണ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാതെ തോമസ് കെ തോമസ് പിന്തള്ളപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. വിഷയത്തിൽ മുഖ്യമന്ത്രി ഇരു MLA-മാരുമായും നടത്തിയ കൂടിക്കാഴ്ചയിൽ കോഴ വാഗ്ദാനം ആന്റണി രാജു ശരിവച്ചിരുന്നു. എന്നാൽ വാദങ്ങൾ കോവൂർ കുഞ്ഞുമോൻ തള്ളുകയും ചെയ്തിരുന്നു. NCP അജിത് പവാർ പക്ഷത്തിലേക്ക് MLA-മാരെ കൊണ്ടുവരാനാണ് കോഴ വാഗ്ദാനം ചെയ്തതെന്നാണ് ആരോപണം. എന്നാൽ അജിത് പവാർ പക്ഷവും ആരോപണം തള്ളിയിരുന്നു. വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.